ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത്? താനല്ലേ പറഞ്ഞു എനിക്ക് തലവേദനയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചത്. അത് കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ജസ്വിൻ, എന്തിനാണ് കള്ളം പറയുന്നത്? ഒരു ചെറിയ ടയർഡ്നെസ് വന്നാൽ പോലും താൻ ഓഫീസിൽ പോകാണ്ടിരിക്കില്ല. പെട്ടെന്ന് ഓഫീസിൽ പോകാണ്ടിരിക്കണമെങ്കിൽ അത് തനിയവൻ തലവേദനയാണോ അതോ ആനന്ദം കണ്ട പോകുന്നതാണോ? ജസ്വിൻ, ഇപ്പൊ ഇങ്ങനെ അത് ആനന്ദ കാരണമാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അതെ, അവനെ കണ്ടപ്പോ ഗുരുതരവതിനെ. എന്താ, നിനക്ക് മടി തരാൻ പറ്റുമോ? ജസ്വിൻ, ഇവിടെ എല്ലാരും ഉണ്ട്. സോ വാട്ട്? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ആനന്ദ്, ദിയനെ എങ്ങനെ പഠിച്ചു? കോളേജിൽ പഠിക്കുമ്പോ ഞാൻ അവളുടെ സീനിയറായിരുന്നു. ഓ, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇത്ര നല്ല കമ്പനി ആയത്? ദിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ഡാൻസർ ആയിരുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു പ്രപ്പോസ് ചെയ്തു. പക്ഷെ ദിയ നോ പറഞ്ഞു. ഒരുപക്ഷെ അന്ന് ദിയ എന്നോട് എസ് പറഞ്ഞിരുന്നെങ്കിൽ നൗ ഷീ ഈസ് മൈ വൈഫ്. ആനന്ദ്, ഒന്നോടെ തന്നെ. എന്താണ് നിന്റെ പ്രോബ്ലം? ജസ്മിൻ, നിന്റെ എന്തുദ്ദേശമാണെങ്കിലും അത് ഇന്നത്തോടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ പിന്നെ ഈ ജയക്ക് ആരാണെന്ന് നീ അധികം വൈകാണ്ടറിയും. ജസ്മിൻ, താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞങ്ങൾ വല്ല ഫ്രണ്ട്സാണ്. താൻ വെറുതെ അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓ റിയലി? നീ പറഞ്ഞിട്ട് വേണോടാ എന്റെ ഭാര്യനെ ഞാൻ വിശ്വസിക്കാൻ? നോക്ക്, അവളെ മറ്റാരെക്കാൾ എന്നിട്ട് എനിക്കറിയാം. അവളെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ നീ എന്നല്ല ആരാണെങ്കിലും അവളുടെ അടുത്ത് അത്രയും ക്ലോസ് ആവുന്നത് എനിക്കിഷ്ടമല്ല. അന്ന് നീ അവളെ തൊട്ടവരെ പേരില്ല ഞാൻ നിന്നെ അടിച്ച് ആശുപത്രിയിലാക്കിയത്. അന്ന് അവളെന്റെ ഗേൾ ഫ്രണ്ടും അല്ല വൈഫും അല്ല. ബട്ട് നൗ ഷീ ഈസ് മൈ വൈഫ്. സോ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ മോൻ വെറുതെ തടി കേടാക്കാണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ജെകെയുടെയും ദിയയുടെയും കാര്യത്തില് ഒരു തീരുമാനമായല്ലോ. സോ നിനക്കെന്താ പറയാനുള്ളത്? ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ? പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരു ടൈമിൽ ഞാൻ ഒരുപാട് റിഗ്രറ്റ്സ് അടിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാം നല്ലതെന്നറിയുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ആ അതെ, അപ്പോ നമ്മുടെ കാര്യം എങ്ങനെയാ? നമ്മുടെ കാര്യം എന്താ? നമ്മുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഓ, ഇനി ഞാൻ റൊമാൻറ്റിക് ആവാൻ അല്ലാണ്ട് നീ റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക്കാ, പക്ഷെ നീ സമ്മതിക്കാത്തോണ്ട് ഞാനൊക്കെ ഇങ്ങനെ മോരടിച്ചു പോയത്. അലൻ, നീ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വാ, ഫുഡ് കഴിക്കാൻ പോ. ഞാനില്ല, എന്റെ ഫുഡ് എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോന്നെ. ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, മതി നിർത്തി. ഇനി ഞാനായിട്ടൊന്നിനില്ല. ഓക്കെ, തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ റൊമാൻറ്റിക് ആയാൽ തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? Are you sure?
ജസ്വൻ, ഉം. ജസ്വൻ, എനിക്ക് വിശക്കുന്നു. സമയം 2 മണിയായി. പക്ഷെ കുഴപ്പമില്ല, ബാ ഞാൻ ഉണ്ടാക്കി തരാം. എങ്ങനെയുണ്ട്? സത്യം പറയാലോ, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. പ്ലേറ്റ് താനോട് വെച്ചോ, ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. मैंने खुद को मुझ में तुझको मुझ में कर दिया इशारा, मैं था अधूरा पाके तुझको हो गया मुकाबिल। मैंने खुद को मुझ में तुझको मुझ में कर दिया इशारा, मैं था अधूरा पाके तुझको हो गया मुकाबिल। तू दुआ सी है पढ़ लूं मैं लबों से, तेरी रूह को छू लूं नजरों से। तू ही मेरा होश भी, तू ही मेरी बेखुदी, तू ही मेरी बेसुधी, तू ही मेरी बेखुदी। ജക്സൺ, നീ എന്താ ഇവിടെ? ഞാനേ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ എല്ലാരും ചേർന്ന് ഇറങ്ങാൻ കരുതി. അതെന്തായാലും നന്നായി. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നിച്ച്? ഓ, അപ്പൊ നീ ഇത് അറിഞ്ഞില്ലേ? ഇവര് തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയി. അതൊക്കെ എപ്പോ? എടാ, ഞാൻ പറയാൻ വേണ്ടിയിരുന്ന അന്ന് അത് പറയാൻ വന്നപ്പോഴാ ലയ ഇടയ്ക്ക് കയറി വന്ന് ഓരോ പ്രശ്നമൊക്കെ ആയത്. ഓ, അപ്പൊ നീ അന്ന് ഇത് പറയണ്ടോ വന്നേ? എന്തായാലും കൊള്ളാം, നിങ്ങൾ രണ്ടുപേരെ ഒന്നിച്ച് കാണുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. പിന്നെ ആൻ, നിനക്ക് ജാക്സനെ മനസ്സിലായോ? ഏയ്, എന്നെ അറിയാൻ ഒരു ചാൻസും ഇല്ല. നമ്മൾ തമ്മിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഐ എം ജാക്സൺ, ഞാൻ ജെക്കയുടെ PA. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആൻ, ഇവൻ ഞങ്ങളുടെ PA ഒക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങളുടെ 3 പേരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തായാലും ജാക്സൺ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പോയി ഷോപ്പ് ചെയ്യാം. ഹേ ദിയ, നീ എന്താ ഇവിടെ? നകുൽ, മര്യാദയ്ക്ക് മാറി നിൽക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? സംസാരിച്ചിട്ട് പോയാ മതി. ദിയ പണ്ടത്തെ പോലെ തന്നെയുണ്ട്. ആ ദേഷ്യപ്പെടുമ്പോഴും എന്ത് ഭംഗിയാ കാണാൻ. നിന്നോട് മര്യാദയ്ക്ക് കൈയെടുക്കാനാ പറഞ്ഞേ. എടാ ജെക്കെ, അങ്ങോട്ട് നോക്കിയേക്കെ. സംഗതി സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവനൊരു അടിയുടെ കുറവുണ്ട്. പിന്നെ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കേട്ടല്ലോ. പക്ഷെ എന്ത് പറയാനാ മോളെ, പണ്ടത്തെ പോലെ തന്നെയുണ്ട്. ജെക്കെ, എനിക്കെന്തോ പേടിയാവുന്നു.
നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? എടാ, ആൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളിപ്പോ പോയില്ലേ ശരിയാവില്ല. നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അവിടെ ഇരിക്കുക, സമയമാവട്ടെ. എടാ, ദിയുടെ ഒറ്റയ്ക്ക്. ജെക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കും. ദിയ, നിനക്കൊരു കാര്യം അറിയാമോ? ഇന്ന് എന്റെ ദിവസം. മര്യാദ കൈ വിട്ടുന്നുണ്ടോ അതോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? That's my girl. കൊടുത്തു. എടാ, അപ്പോ ജെക്ക് നിനക്ക് ഉറപ്പായിരുന്നോ അവള് പൊട്ടിക്കുന്നു? പിന്നെ അല്ലാണ്ട്, കെട്ടിയവനായി എനിക്കിട്ട് തന്നെ കിട്ടി. പിന്നെ അവൻ അതൊക്കെ അപ്പോ? അവളെ പറഞ്ഞും കാര്യമില്ല. ഇവന്റെ കയ്യെഴുപ്പിന് ആരായാലും നാളെ പൊട്ടിക്കും. ഡീ, നീ എന്നെ തല്ലല്ലേ? നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ദിയ, അറിയോ? ഓക്കെ. ഓ, അപ്പോ ഇതാണ് ഹസ്ബൻഡ്. നൈസ് ഗായ്. പക്ഷേ നിനക്ക് പറ്റിയത് ഞാനോ? മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിച്ചോ, ഇല്ലെങ്കിൽ പൊന്നുമോ നേരാവണം ഇവിടെ പോവില്ല. ജാക്സൺ, വിട്ടേക്ക്. ഇതിനെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവരും കൊള്ളാലോ. എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് തരാം. നിനക്ക് മടുക്കും പറഞ്ഞാൽ മതി. ഇവളെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ. ഓ, അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ജസ്റ്റിൻ അതിനെ കുറിച്ച് സൈൻ ചെയ്യണം. ജസ്റ്റിൻ സർ, സോറി, എനിക്കറിയില്ലായിരുന്നു. എടാ പൊട്ട, ഞാനല്ല ജസ്വിൻ. അവനാ ജസ്വിൻ. ജസ്വിൻ സർ, സോറി, എനിക്കറിയില്ലായിരുന്നു ദിയുടെ ഹസ്ബൻഡ് സാറാണെന്ന്. ഓ, അപ്പൊ നിനക്ക് അറിയില്ലായിരുന്നല്ലേ? അല്ല, നീ ഏതോ ഒരു കോൺട്രാക്ടർ കാര്യമൊക്കെ പറഞ്ഞിട്ടല്ലോ. എവിടെ ഞാൻ സൈൻ ചെയ്യണ്ടേ? കോൺട്രാക്ടോ? എന്ത് കോൺട്രാക്ട്? അങ്ങനൊന്നുമില്ല. എന്താ നോക്ക്, നീയും തീയും തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്കറിയില്ല. അതറിയേണ്ട ആവശ്യം എനിക്കില്ല. ഇനി അങ്ങോട്ട് എന്റെ കൺമുമ്പേ അങ്ങനെ പെട്ടാ പിന്നെ നീ പുറലോകം കാണില്ല. ദിയ, നിന്നെ ഞാൻ സമ്മതിച്ചു. ഒരു നിമിഷത്തേക്ക് നീയാണെന്ന കാര്യം വരെ ഞാൻ മറന്നുപോയി. അതെന്താ അങ്ങനെ? എന്താ പറ്റി? അത് വേറൊന്നും കൊണ്ടല്ല. നീ അവനെ അടിക്കുന്നു ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ ഇവിടെ വേറൊരാൾ എക്സ്പെക്ട് ചെയ്തു.